നമസ്കാരം. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹം ചെയ്തത്. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. അധിക അഭിമുഖങ്ങളൊന്നും നൽകാത്ത നയൻതാര താൻ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് മുമ്പൊരിക്കൽ പറഞ്ഞത്. മുൻകോപമാണ് പലപ്പോഴും നയൻതാരയ്ക്ക് വിനയാകാറ്. ഒന്നിലേറെ തവണ നടിയുടെ ദേഷ്യം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ താരത്തെ അധികം കാണാത്തതിന് കാരണവും ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ പിറന്നാൾ ദിനത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ഡോക്യുമെന്ററി പുറത്തു വന്നിരിക്കുകയാണ്. വിവാദങ്ങൾക്കിടെയാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പുറത്തിറങ്ങിയത്. തന്റെ ജീവിതത്തെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ നയൻതാര തുറന്നു പറയുന്നുമുണ്ട്. കരിയറിലുണ്ടായ വീഴ്ചയും ഉയർച്ചയും, സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ നടി പരാമർശിക്കുന്നുണ്ട്. പ്രഭുദേവയുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഡോക്യുമെന്ററിയിലെ പ്രധാന ഭാഗങ്ങളിലൊന്ന് പ്രഭുദേവയുമായി ബന്ധപ്പെട്ടതാണ്. നയൻതാരയുടെ ജീവിതം മാറി മറിയുന്നത് പ്രഭുദേവയുമായുള്ള ബന്ധം തകർന്നപ്പോഴാണ്. പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി മതം പോലും മാറിയിരുന്നു നയൻതാര. കരിയർ വിടാനും തീരുമാനിച്ചു. ആദ്യ വിവാഹ ബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുക്കുന്നത്. അന്ന് ഇരുവർക്കുമെതിരെ വ്യാപക വിമർശനം വന്നു. വലിയ വിവാദം വന്നപ്പോഴും ബന്ധത്തിൽ നയൻതാര ഉറച്ചുനിന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിയുകയായിരുന്നു. അതേസമയം ഈ ഡോക്യുമെന്ററിയിൽ തന്നെ പ്രഭുദേവ സിനിമാ ജീവിതം അവസാനിപ്പിക്കണമെന്ന് നയൻതാരയോട് ആവശ്യപ്പെട്ടതായി നയൻതാര തന്നെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴിതാ നയൻതാര പ്രഭുദേവുമായി അടുത്ത കാലഘട്ടത്തെക്കുറിച്ച് ഡോക്യുമെന്ററിൽ നടിയുടെ അമ്മ ഓമന കുര്യൻ സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തുവരുന്നത്. മകൾ കയ്യിൽ നിന്ന് പോയെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നെന്ന് അമ്മ തുറന്നു പറഞ്ഞു. ആദ്യമായാണ് നയൻതാരയും അമ്മയും ഇതേക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത്. ഞങ്ങളുടെ ചെട്ടിക്കുളങ്ങര അമ്മയുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അമ്മയുടെ അടുത്ത് പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശുവിനെയും പ്രാർത്ഥിക്കും. അതും ഇതുമുണ്ട്. ആ അമ്മയാണ് എനിക്ക് എന്റെ മോളെ തിരിച്ചു തന്നത്. ഇവൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ട്. അറിയാമല്ലോ, ആ സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു, എനിക്ക് എന്റെ മോളെ തിരിച്ചു തരാം, വേറെ ഒന്നും തരണ്ട എന്ന് പ്രാർത്ഥിച്ചെന്നും അമ്മ പറയുന്നു. എന്റെ മോളെ എനിക്കറിയാം. ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അറിയുന്നത്. ഒരു ദോഷവും വരില്ലെന്ന് എനിക്കറിയാം. ആ 2 വർഷം മാറി നിന്നപ്പോഴും മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജീവിക്കാൻ ധൈര്യം ദൈവം തന്നിട്ടുണ്ടെന്നും നയൻതാരയുടെ അമ്മ വ്യക്തമാക്കി. ഇതേക്കുറിച്ച് നയൻതാരയും സംസാരിച്ചു. അമ്മയെ ഒരുപാട് പേർ വിളിച്ച് മകളെ വിവാഹം ചെയ്യിക്കെന്ന് പറഞ്ഞു. കാരണം എല്ലാം അവസാനിച്ചു. അവൾ പ്രശ്നത്തിലാകാതെ നോക്കിക്കോ എന്ന് പറഞ്ഞെന്നും നയൻതാര ഡോക്യുമെന്ററിയിൽ ഓർത്തു. തനിക്ക് പറ്റിയ തെറ്റാണ് പ്രഭുദേവുമായുള്ള ബന്ധമെന്ന് പേരെടുത്ത് പറയാതെ നയൻതാര ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ പിഴവുകൾ പറ്റും, അതിൽ കുഴപ്പമില്ലെന്നും നയൻതാര പറയുന്നു. താൻ കരിയർ വിടാൻ അന്ന് തീരുമാനിച്ചതിന് കാരണം പ്രഭുദേവയാണെന്നും പരോക്ഷമായി നയൻതാര പറഞ്ഞു. നാനും റൌഡിദാനിലെ ചില അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിലുണ്ട്. ഇതിന് കോപ്പിറൈറ്റ് ഉന്നയിച്ച് ധനുഷ് 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ നടി കഴിഞ്ഞ ദിവസം തുറന്ന കത്ത് പുറത്തുവിടുകയും ഉണ്ടായി.